ധന്യ, സന്ദീപ് വാര്യരെ ഖാർഗെ പുറത്താക്കും, അതിനുള്ള നിർദ്ദേശങ്ങൾ ഖാർഗെ നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഖാർഗെയുടെ ഹൃദയം വല്ലാതെ വേദനിക്കുകയാണ്. കാരണം ഡൽഹിയിൽ ഒരു സീറ്റ് പോലും നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിഞ്ഞു കയറി പാർട്ടിയിൽ വരുന്നവരൊക്കെ ഉപദ്രവമായിട്ട് തീരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവരെല്ലാവരും കൂറുമാറും എന്നാണ് ഖാർഗെയുടെ പ്രധാനമായിട്ടുള്ള ആശങ്ക. വലിഞ്ഞു കയറി വരുന്നവരെ കൂടെ ചേർക്കുന്നത് നല്ലപോലെ ആലോചിച്ചിട്ട് വേണം എന്നാണ് ഖാർഗെ പറയുന്നത്. ഈ അടുത്ത കാലത്ത് വലിഞ്ഞു കയറി വന്നതിൽ ഏറ്റവും പ്രശസ്തനായ ആളാണ് സന്ദീപ് വാര്യർ. വലിഞ്ഞു കയറി വന്നതാണോ വലിച്ചു കയറ്റിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഓടിച്ചാടി സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറിയ ആളാണ്. പഞ്ചസാര കയ്യിലുള്ളത് കൊണ്ട് അത് കൊണ്ടുപോയില്ല എന്നൊക്കെയുള്ള ട്രോളുകളൊക്കെ നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിനെതിരെ. എന്തായാലും കോൺഗ്രസ് വലിയ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ച, കോൺഗ്രസിന് വേണ്ടി ജീവൻ നൽകാൻ വരെ മടിയില്ലാത്ത പ്രവർത്തകരെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകൂ, അവരെ പ്രോത്സാഹിപ്പിക്കൂ. നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ. അല്ലാതെ വലിഞ്ഞു കയറി വന്നവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഖാർഗെ പറയുന്നത്. അപ്പോൾ ഖാർഗെയുടെ ചില പരാമർശങ്ങൾ നമുക്കൊരു ഖാർഗെക്ക് എന്തെങ്കിലും മാനസിക നിലയിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത കാര്യമാണ്. കാരണം കുംഭമേളയിൽ കുളിച്ചാൽ ദാരിദ്ര്യം മാറുമോ എന്ന് ചോദിച്ച ഖാർഗെ ദാരിദ്ര്യം മാറിയ അനവധി പേർ കുംഭമേളയിൽ എത്തിയിട്ടുണ്ട് ഖാർഗെ എന്ന് തിരിച്ചു പറയേണ്ടി വന്നതിൽ മാത്രമല്ല, DK ശിവകുമാർ അടക്കമുള്ളവർ കുംഭമേളയിൽ വന്ന് കുളിച്ചിട്ട് പോയത് ഖാർഗെക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ളതുമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഖാർഗെ പറയുന്നതിൽ ചില കാര്യങ്ങളിൽ സത്യമുണ്ട് എങ്കിൽ അത് സത്യമെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇതിലിപ്പം ഖാർഗെ റിയാലിറ്റിക്ക് അനുസരിച്ചാണോ ഖാർഗെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് ആർക്കാണ് ഇന്നിപ്പോൾ ഈ നാട്ടിൽ കോൺഗ്രസിനോട് താല്പര്യമുള്ളത്? കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ മാത്രമേ പാർട്ടിയിലേക്ക് കയറ്റാൻ പാടുള്ളൂ. അല്ലാതെ ആളുകളെ തിരികെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ കാലുമാറും, അവർ അധികാരം കൊതിച്ചുകൊണ്ട് പാർട്ടി വിട്ടുമാറും. അതുകൊണ്ട് അത്തരം ആളുകൾ നമ്മളെ പാർട്ടിയുടെ ഒരു വളർച്ചയ്ക്ക് സഹായകരമല്ല എന്ന് ഖാർഗെ പറയുമ്പോൾ ഖാർഗെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആർക്കാണ് ഇന്ന് ഈ നാട്ടിൽ, യുവാക്കൾക്കാണോ കോൺഗ്രസിനോട് താല്പര്യം? കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രത്തെ വലിച്ചെറിയുന്ന ഒരു വലിയ സമൂഹത്തെയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും കോൺഗ്രസിനോട് താല്പര്യമില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ അകത്തുള്ളത് എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും രൂപപ്പെട്ടിരിക്കുന്നു. കാരണം രാഷ്ട്രത്തെ വികസിപ്പിക്കുക, രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുക എന്ന ഒരു ആശയത്തിനപ്പുറം മറ്റ് ചില സ്വഭാവങ്ങൾ, മറ്റു ചില വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച്, പ്രത്യേകിച്ചും കുടുംബ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ലേ കോൺഗ്രസ് എന്ന തിരിച്ചറിവ് ആളുകൾക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2014 ശേഷം ഇങ്ങോട്ട് അവർ നേരിടേണ്ടി വന്ന പല തെരഞ്ഞെടുപ്പുകളിലും 8 നിലയിൽ പൊട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത്. അതായത് BJPക്ക് മുമ്പിൽ അടിപതറുന്ന അല്ലെങ്കിൽ അവരെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു തരത്തിലുമുള്ള ആശയപരമായിട്ടുള്ള ഒരു ഔന്നത്യമോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഒരു നേതാക്കന്മാരുടെ രീതിയിലുള്ള ഒരു വ്യക്തിപ്രഭാവം കൊണ്ടോ കോൺഗ്രസ്സിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഭാരത് ജോഡോ യാത്ര പോലുള്ള ഉഡായിപ്പ് സമരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാഥകളൊക്കെ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിയും ബോധവും ഉണ്ട്, അവർ തിരിച്ചറിയും എന്തിനാണ് ഇത് നടത്തുന്നതെന്നൊക്കെ ഉള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഗൗതം, ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. അതായത് ഖാർഗെ പറഞ്ഞ 1-2 കാര്യങ്ങൾ, ഒന്ന് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക, അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. 2, വലിഞ്ഞു കയറി വന്നവർ എപ്പോഴും സ്ഥാനമാനങ്ങൾ മാത്രമേ ആഗ്രഹിക്കൂ. ഇപ്പോൾ ഞാൻ ജനിച്ച നാൾ മുതൽ ഞാൻ കണ്ടു വളർന്നൊരു രാഷ്ട്രീയമുണ്ട്, ഞാൻ സ്നേഹിക്കുന്നൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെ വിട്ട് മറ്റൊരാൾക്കും എൻ്റെ ഈ പ്രായം വരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രസ്ഥാനത്തിൽ കഴിവും ആത്മാർത്ഥതയും ജനങ്ങളെ നയിക്കാനും പറ്റുന്ന ഒരു നേതാവ് എൻ്റെ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ ഇല്ല എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്താണ് ഞാൻ വോട്ട് ചെയ്യാത്തത്. പക്ഷേ നമ്മുടെ രക്തത്തിൽ നമ്മുടെ പ്രസ്ഥാനം അലിഞ്ഞു ചേർന്ന് നിൽക്കുകയാണ്. നമുക്ക് പ്രസ്ഥാനത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട, നമുക്ക് പ്രസ്ഥാനത്തിൻ്റെ
ആനുകൂല്യങ്ങൾ വേണ്ട, നമുക്ക് പ്രസ്ഥാനത്തിൽ ചെന്ന് അഴിമതി നടത്തേണ്ട, നമുക്ക് പ്രസ്ഥാനത്തിലെ സ്ഥാനമാനങ്ങൾ വേണ്ട. പക്ഷേ ആ പ്രസ്ഥാനം നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ നെഞ്ചിലാണ് നമ്മളത് ഏറ്റിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ കഴിയും. ഒരു പ്രസ്ഥാനത്തിനൊപ്പം നിന്ന് വളരെ കുറച്ചൊരു 1000 പേരെ എടുത്താൽ ഒരു 5 പേരെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ പ്രസ്ഥാനം വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ബാക്കി ഈ മുഴുവൻ ആൾക്കാരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് BJP-യിൽ നിന്ന് പോയത്? സന്ദീപ് വാര്യർ നേരത്തെ ഒരു BJP-കാരനല്ല. സന്ദീപ് വാര്യർ SFI-കാരനായിരുന്നു. അവിടെ നിന്നാണ് സന്ദീപ് വാര്യർ BJP-യിലേക്ക് വരുന്നത്. അത് വാജ്പേയിയുടെ പ്രസംഗം കേട്ട് സ്വാഭാവികമായിട്ടും ഒരു BJP-കാരൻ പ്രസംഗിക്കുമ്പോൾ അത്യാവശ്യം 2 കാലിൽ നിൽക്കുന്ന, അതായത് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ നിൽക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായ ഒരു മനമാറ്റം ഉണ്ടാകും. അങ്ങനെ കയറി വന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. സന്ദീപ് വാര്യർ BJP-യിലും BJP-കാരനായിട്ടല്ല നിന്ന് പ്രവർത്തിച്ചത്, അദ്ദേഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും ഇവിടെയാണ് ആരോ ഒരാൾ എപ്പോഴും പറഞ്ഞത് ഓർമ്മ വരുന്നത്. അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് പല ആളുകളും സ്വീകരിച്ചു പോകുന്നു. അതിൻ്റെ അപജയമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. കാരണം ഈ ഒരു തരത്തിലുമുള്ള ഒരു എന്താ പറയുക സത്യസന്ധത പുലർത്താത്തവരാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ. ഉഡായിപ്പാണ് അവരുടെ പ്രധാന മുഖമുദ്ര എന്നാണല്ലോ അവർ കൃത്യമായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളും സ്വഭാവ സവിശേഷതകളൊക്കെ രൂപീകരിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, എത്രയോ കാലമായിട്ട് അല്ലെങ്കിൽ BJP-യുടെ ഒരു പ്രധാന ലൈം ലൈറ്റിൽ നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരു ചെറിയൊരു സീറ്റിൻ്റെ മാത്രം പേരിൽ, നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് വേണ്ടി പ്രചാരണത്തിൽ പോലും സന്ദീപ് വാര്യർ ഇറങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിറ്റേന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിണക്കമായി, ആ സീറ്റ് കിട്ടിയില്ല എന്നൊക്കെയുള്ള പേരിൽ പാർട്ടി വിട്ടു മാറുന്നു എന്ന് പറയുന്നത് എന്ത് മാത്രം എന്താ പറയുക അത്രയും ഒരു എന്താ പറയുക മോശപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് ഇത്രയും ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അത്രയും ചീപ്പത്തരല്ലേ അദ്ദേഹം യഥാർത്ഥത്തിൽ കാണിച്ചത്? അതിന് ചീപ്പത്തരമൊന്നും പറയാൻ പറ്റില്ല. ചീപ്പത്തരമാണ് എന്ന് അണികൾ പറയുന്നുണ്ട്. BJP RSS-ൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് അണികളെയാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ വഞ്ചിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും കാലം അവരുടെ കൂടെ നടന്ന ഒരു ഉറ്റ തോഴനെ പോലെ പാർട്ടിയെ വളർത്താനുള്ള മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിച്ച് നടന്ന ഒരാള് പെട്ടെന്ന് അങ്ങ് കാലുമാറുകയാണ് കോൺഗ്രസിലേക്ക്. ഈ കാപട്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാപട്യമാണ് രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ തെളിയിക്കുകയാണ്. അതെ, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഗൗതം ഇന്ന് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു, നാളെ ഞാൻ നോക്കുമ്പോൾ ഗൗതം മറ്റൊരു ചാനലിലിരുന്ന് വർക്ക് ചെയ്യുന്നു. ഗൗതമത്തിന് ഇവിടെ എന്തുകൊണ്ടാണ് എന്ന് എന്നോട് പോലും ഒരു വാക്ക് പറയാതെ ഗൗതം ഇറങ്ങിപ്പോകുന്നു. എന്നോട് പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടുത്തെ MD മാനേജ്മെൻറ്റും അല്ല, പക്ഷെ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ടാണ്. അപ്പം ഞാൻ വിളിച്ച് ചോദിക്കുകയാണ്, ഒരു വാക്ക് പോലും പറയാതെ എന്താ പോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ സാലറി കൂട്ടി ചോദിച്ചു, പക്ഷെ എനിക്ക് സാലറി തന്നില്ല, അതിലും മികച്ച സാലറി എനിക്ക് ഇവിടെ തന്നു, അവർ ഓഫർ വെച്ചു, ഞാൻ പോയി. സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ജേർണലിസ്റ്റുകളായതുകൊണ്ട് നമ്മൾ ഇന്നടത്ത് മാത്രമേ വർക്ക് ചെയ്യൂ എന്ന് നമ്മൾ ആർക്കും എഴുതി ബോണ്ട് വെച്ചിട്ടില്ല, അല്ലെ? പക്ഷെ രാഷ്ട്രീയക്കാർ അങ്ങനെയല്ല. രാഷ്ട്രീയക്കാരുടെ രക്തത്തിൽ അതെ വ്യത്യാസമുണ്ട്. പക്ഷെ സന്ദീപ് വാര്യർ നമ്മളെ പോലെയാണ്. സന്ദീപ് വാര്യർക്ക് ജോലിയാണ് രാഷ്ട്രീയം. സന്ദീപ് വാര്യർക്ക് ഉള്ളിൽ അലിഞ്ഞ ചങ്കിലെ ചൈന എന്നൊക്കെ പോലെ ഉള്ളിൽ അലിഞ്ഞ രക്തത്തിൽ അലിഞ്ഞ ഒന്നല്ല രാഷ്ട്രീയം. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് ജോലിയാണ് രാഷ്ട്രീയം. അവിടെ സ്ഥാനമാനങ്ങൾ വേണം, പണം വേണം, അധികാരം വേണം, ഇമേജ് വേണം, ഫേമസ് വേണം. ഇതുകൊണ്ട് ഇതെവിടെ കിട്ടുന്നോ ആ കടയിലേക്ക് സന്ദീപ് വാര്യർ കയറും എന്നുള്ളതാണ്. എന്തായാലും ഖാർഗെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണ്. ഖാർഗെ പറഞ്ഞത് കോൺഗ്രസിന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും.